ഒരു കണ്ടിന്യൂസ് ബീമിൻ്റെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് കൊലാപ്സ് ലോഡ് വർക്കിംഗ് ലോഡാണ് തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം നമ്മൾ ഈ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കൊലാപ്സ് ലോഡിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ കൊലാപ്സ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ എ ലോഡ് ഫാക്ടറാണ്. അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ കൊലാപ്സ് ലോഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വർക്കിംഗ് ലോഡിന് ഒരു ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ ലോഡ് ഫാക്ടർ 1.5 എന്ന വാല്യൂ ആയിരിക്കും. ചിലപ്പം ചില ഡിഫറൻസ് വന്നേക്കാം, അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. സോ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the plastic moment capacity required for the continuous beam with working load as shown in figure. Take load factor is equal to 1.5. So moment carrying capacity ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന ലോഡ്സ് വർക്കിംഗ് ലോഡാണ്. ഇപ്പം എ ബി സ്പാനിൽ ഒരു 40 കിലോ ന്യൂട്ടൺ ലോഡ് തന്നിട്ടുണ്ട്, അത് വർക്കിംഗ് ലോഡാണ്. ബി സി സ്പാനിൽ വേറൊരു ലോഡ് കൊടുത്തിട്ടുണ്ട്, UDL, ദാറ്റ് ഈസ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, ഇതും വർക്കിംഗ് ലോഡാണ്. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സ്പാനിൻ്റെ കൊലാപ്സ് മെക്കാനിസം ഫസ്റ്റ് ഡ്രോ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇൻറ്റേർണൽ വർക്ക് ഡൺ അതേപോലെ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനെ ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് ഇൻഡിവിജ്വൽ ബീമിൻ്റെ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വർക്കിംഗ് ലോഡാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. സ്പാൻ ലെങ്ത് 4 മീറ്റർ ആണ്, BC സ്പാൻ 6 മീറ്റേഴ്സ് ആണ്. ഈ ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി MP ആണ്. ഈ ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി 2 MP ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ കൊലാപ്സ് മെക്കാനിസം ഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൊലാപ്സ് ലോഡ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന 40 കിലോ ന്യൂട്ടനെ നമ്മൾ അതിൻ്റെ കൊലാപ്സ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? കൊലാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ലോഡ് ഫാക്ടർ ആണ്. വർക്കിംഗ് ലോഡ് വാല്യൂ 40 കിലോ ന്യൂട്ടൺ ആണ്. അതായത് 40 ഇൻറ്റു ലോഡ് ഫാക്ടർ ആണ് ചെയ്യേണ്ടത്. ലോഡ് ഫാക്ടർ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ 1.5 തന്നിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് 1.75 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആണ് തന്നതെങ്കിൽ തന്നിരിക്കുന്ന ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ ഇഫ് ഇൻ കേസ് ഒരു ലോഡ് ഫാക്ടറും തന്നിട്ടില്ല, ജസ്റ്റ് വർക്കിംഗ് ലോഡാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊലാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ആൻഡ് ടേക്ക് ദ വാല്യൂ ആസ് 1.5. ഈ 40 കിലോ ന്യൂട്ടൺ ലോഡിന് നമ്മൾ എന്ത് ചെയ്യണം? കൊലാപ്സ് ലോഡായിട്ട് മാറ്റണം. അതുകൊണ്ട് 40നെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? 60 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് BC സ്പാനിൽ ത്രൂ ഔട്ട് ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഈ 20നെ നമ്മൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൊലാപ്സ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് കിട്ടുന്നത്. സോ 20 മൾട്ടിപ്ലൈഡ് ബൈ 1.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന വാല്യൂ ആണ് കിട്ടുക. സോ ഈ തന്നിരിക്കുന്ന ബീം കംപ്ലീറ്റ്ലി വർക്കിംഗ് ലോഡാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇതേ രീതിയിൽ കണ്ടിന്യൂസ് ബീം ഡ്രോ ചെയ്യണം, ബട്ട് ലെറ്റ് ഇറ്റ് ഹാവ് കൊലാപ്സ് ലോഡ്. അപ്പം ഈ ബീം വരച്ച പോലെ തന്നെ ഈ ഒരു ബീം കൂടി വരക്കുക, ബട്ട് ദിസ് ഇസ് എ ബീം വിത്ത് കൊലാപ്സ് ലോഡ്. ഈ ഒരു ബീം വരച്ചതിന് ശേഷം ഇതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൊലാപ്സ് മെക്കാനിസം ഡ്രോ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫിഗർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ABC തന്നിരിക്കുന്ന മൊമെൻറ്റ് ക്യാരിങ് കപ്പാസിറ്റി മാർക്ക് ചെയ്തു. പിന്നെ AB സ്പാനിൽ 40 കിലോ ന്യൂട്ടൺ ആണ് വർക്കിംഗ് ലോഡ്. അങ്ങനെയാണെങ്കിൽ 60 കിലോ ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ കൊലാപ്സ് ലോഡ്. ഇനി BC സ്പാനിൽ ത്രൂ ഔട്ട് UDL ആണ്, ദാറ്റ് ഇസ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അതിനെ ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കിട്ടിയത്. ഇനിയിപ്പം ഈ തന്നിരിക്കുന്ന ബീമിൻ്റെ കൊലാപ്സ് മെക്കാനിസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം AB സ്പാൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ കൊലാപ്സ് മെക്കാനിസം ഡ്രോ ചെയ്യുക. പിന്നെ BC സ്പാൻ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ കൊലാപ്സ് മെക്കാനിസം ഡ്രോ ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, എവിടെയൊക്കെ ഹിഞ്ചസ് ഫോം ചെയ്യുമെന്ന് അറിയണം. ആദ്യം നമ്മൾ AB സ്പാനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, AB സ്പാൻ കൺസിഡർ ചെയ്യുമ്പം A സപ്പോർട്ട് എന്താണ്? A സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഹിഞ്ച് ഫോം ചെയ്യില്ല. ഇനി B സപ്പോർട്ട് എന്താണ്? ഇവിടെ റോളറാണ്, ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് റിജിഡ് ജോയിൻ്റ് ആവും, അതായത് ഇത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന രീതിയിലാണ് വരിക. അപ്പോൾ എന്തായാലും ഈ B സപ്പോർട്ടിൻ്റെ അടിയിൽ ഒരു ഹിഞ്ച് ഫോം ചെയ്യും.
നെക്സ്റ്റ് അണ്ടർ ദ ലോഡ് 60 kN ലോഡ് കാരണം ഒരു ഹിഞ്ച് കൂടി ഫോം ചെയ്യും. അപ്പോൾ ടോട്ടലി ഈ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ഹിഞ്ചസ് ആണ് ഫോം ചെയ്യുക. ഒന്ന് എക്സാക്ട്ലി അണ്ടർ 60 kN ലോഡ്, പിന്നെ ഒന്ന് ബി സപ്പോർട്ട് വിച്ച് വിൽ ബി ആക്ടിങ് ആസ് എ ഫിക്സ്ഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ബീംസിൻ്റെ കൊലാപ്സ് മെക്കാനിസം ഒന്ന് നോക്കാം. അപ്പോൾ 2 പോസിബിൾ മെക്കാനിസംസ് വിത്ത് ദ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഷോൺ ഇൻ ഫിഗർ ബിലോ. 2 മെക്കാനിസം എന്ന് പറയാൻ റീസൺ എന്താണ്? നമ്മുടെ ബീംസ് നോക്കുമ്പോൾ ഇവിടെ ഒരു ബീമുണ്ട്, ഇവിടെ ഒരു ബീമുണ്ട്. ഈ ഒരു ബീമിൽ ഒരു കൊലാപ്സ് മെക്കാനിസം ഉണ്ടാവുള്ളൂ, കാരണം ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. അഥവാ ഇവിടെ വേറൊരു ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു മെക്കാനിസം ഉണ്ടാവും, പിന്നെ ഈ ഒരു ലോഡിൻ്റെ അടിയിൽ വേറൊരു മെക്കാനിസം ഉണ്ടാവും. സിൻസ് ഹിയർ ഓൺലി വൺ ലോഡ് ഇസ് ദെയർ, ഓൺലി വൺ കൊലാപ്സ് മെക്കാനിസം വിൽ ബി ദെയർ. കമ്മിങ് ടു ബീം ബി സി, ത്രൂ ഔട്ട് ഒരു യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയും ഒരു കൊലാപ്സ് മെക്കാനിസം മാത്രമേ ഉണ്ടാവുള്ളൂ. So there are 2 possible mechanisms with the virtual displacement as shown in figure below. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം ഓഫ് ബീം എ ബി ആണ് കൊടുത്തേക്കുന്നത്. എ ബി സ്പാനിലെ കൊലാപ്സ് ലോഡ് എന്താണ്? 60 kN ആണ്. ഇനി ഈ 60 kN എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ പോയിന്റ് ആണ്. കംപ്ലീറ്റ് ലെങ്ത് 4 മീറ്റർ ആണ്. എയിൽ നിന്ന് ഈ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ 2 മീറ്റർ കഴിയുമ്പോൾ ഒരു ഡെൽറ്റ വാല്യൂ മാർക്ക് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ഹിഞ്ചസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഒന്ന് എക്സാക്ട്ലി അണ്ടർ ദ ലോഡ്, മറ്റൊന്ന് ആ കണ്ടിന്യൂസ് സപ്പോർട്ടിലാണ്, കാരണം അത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ എക്സാക്ട്ലി സെൻറ്ററിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സിമെട്രി കാരണം ഇവിടെ വരുന്ന ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ആയിരിക്കും, ഇവിടെയും തീറ്റ ആയിരിക്കും. ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും, ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കൊലാപ്സ് മെക്കാനിസമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീമിൻ്റെ എക്സ്ട്രാ പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം കാണിച്ചാലും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻറ്റേർണൽ വർക്ക് ഡണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിയും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇൻറ്റേർണൽ വർക്ക് ഡൺ ആണ് എഴുതിയേക്കുന്നത്. Internal work done is equal to MP. ഇതാണ് നമ്മുടെ MP, ഇവിടുത്തെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ. നമ്മുടെ ബീമിൽ ഏതൊക്കെ വാല്യൂസാണ് വന്നതെന്ന് നോക്കാം. ഇവിടെ MP വാല്യൂ ഉണ്ട്, ഇവിടെ 2 MP വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ സ്പാനിൽ ആണ് ലോഡിങ് വരുന്നത്, അതായത് അണ്ടർ ദ ലോഡ് നമ്മൾ MP വാല്യൂ മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി ബി സപ്പോർട്ട് വരുന്ന സമയത്ത് ബി എ സ്പാനിൽ MP ആണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി, ബി സി സ്പാനിൽ 2 MP ആണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലോവർ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്താണോ ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ MP, ഇവിടെ 2 MP. അപ്പോൾ എന്തായിരിക്കും വരിക? ഇറ്റ് വിൽ ബി MP. എക്സാക്ട്ലി ദ സപ്പോർട്ട് ബി യു വിൽ ബി ഹാവിങ് ദ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി ആസ് MP. അപ്പോൾ ഇന്റേണൽ വർക്ക് ഡൺ എഴുതുമ്പോൾ MP തീറ്റ പ്ലസ് തീറ്റ, ഈ ഒരു തീറ്റ പ്ലസ് തീറ്റ പ്ലസ് MP ഇൻറ്റു തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു 3 MP തീറ്റ. ഇതാണ് എ ബിയുടെ കൊലാപ്സ് മെക്കാനിസം. അതിൻ്റെ ഇൻറ്റേർണൽ വർക്ക് ഡൺ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു ഡെൽറ്റ. ഒരു കാര്യം ഓർമ്മിക്കുക, ക്വസ്റ്റ്യൻ ഫിഗറിൽ 40 kN ആണ് ലോഡ്. പക്ഷെ ആ ലോഡ് നമ്മൾ ഒരിക്കലും ഇവിടെ എടുക്കാൻ പാടില്ല, കാരണം നമ്മളെ കൊലാപ്സ് മെക്കാനിസം എന്ന് പറയുമ്പം കൊലാപ്സ് ലോഡാണ് എടുക്കേണ്ടത്. അപ്പം സെക്കൻഡ് ഫിഗർ തന്നെ വേണം എടുക്കാൻ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ എടുക്കരുത് ഒരിക്കലും. നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച കൊലാപ്സ് ലോഡ് എന്താണോ അത് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് 60 ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്റ്റേണൽ ലോഡ് ആണല്ലോ. അപ്പോൾ 60 ആണ് കൊലാപ്സ് ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ. ഇനിയിപ്പം ഡെൽറ്റ വാല്യൂ ആണ് വേണ്ടത്. എന്താണ് ഡെൽറ്റ വാല്യൂ? ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2 ആണ്. ഓക്കെ, വെൻ തീറ്റ ഇസ് വെരി സ്മോൾ ടാൻ തീറ്റ വിൽ ബിക്കം ഈക്വൽ ടു തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ബൈ 2. അങ്ങനെ ആണെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 തീറ്റ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ 60 ഡെൽറ്റക്ക് പകരം എഴുതാൻ പോകുന്നത്. അപ്പോൾ 60 ഇൻറ്റു 2 തീറ്റ ഇസ് ഈക്വൽ ടു 120 തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാൻ എ ബിയിൽ വരുന്ന എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ വർക്ക് ഡണ്ണിയും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിയും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ 3 MP തീറ്റ ആയിരുന്നു ഇന്റേണൽ വർക്ക് ഡൺ, എക്സ്റ്റേണൽ വർക്ക് ഡൺ 120 തീറ്റയാണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു.
രണ്ട് സൈഡിലും തീറ്റ ഉള്ളതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. ദെൻ എം പി ക്യാൻ റിട്ടേൺ ആസ് 120/3 വിച്ച് ഇസ് ഈക്വൽ ടു 40 kN/m. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബീമിൻ്റെ കൊലാപ്സ് മെക്കാനിസം വഴി കിട്ടിയിരിക്കുന്ന മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. സോ ഫസ്റ്റ് കൊലാപ്സ് മെക്കാനിസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ എം പി വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്പാൻ അതായത് ബി സിയുടെ കൊലാപ്സ് മെക്കാനിസം ആണ് നോക്കേണ്ടത്. സോ ദിസ് ഇസ് അവർ സ്പാൻ ബി സി. ഈ ഒരു സ്പാനിൻ്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 MP ആണ്. ഇവിടെ ത്രൂ ഔട്ട് ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. ദ വാല്യൂസ് ഓർ ഇന്റൻസിറ്റി ഓഫ് ലോഡ് ഇസ് 30 kN/m. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പാൻ ബി സി കൺസിഡർ ചെയ്യുമ്പം നമുക്കറിയാം സി സപ്പോർട്ട് എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ബട്ട് ബി സപ്പോർട്ട് എന്താണ്? ഈ ബി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ ശരിക്കും ബി സപ്പോർട്ട് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന രീതിയിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ബി സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, സി സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പാൻ വിൽ ബി എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? ഇറ്റ് വിൽ ബി എൻ എക്സാമ്പിൾ ഓർ ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ പ്രോപ്ഡ് കാന്റിലിവർ. അപ്പോൾ പ്രോപ്ഡ് കാന്റിലിവർ ആകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും. ആ വേരിയേഷൻ എന്താണ് ഈ ഒരു പ്രോബ്ലത്തിലാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സാധാരണ രീതിയിൽ ഇപ്പോൾ ബി സപ്പോർട്ടും സി സപ്പോർട്ടും ഫിക്സ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബി സപ്പോർട്ടും സി സപ്പോർട്ട് സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ലോഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ദ ലോഡ് കണ്ടീഷൻ ഹിഞ്ച് ഫോം ചെയ്യുന്നത് എക്സാക്ട്ലി സെൻറ്ററിലായിരിക്കും. നമ്മൾ ഹിഞ്ച് എടുത്തിട്ടുണ്ടാവുക എക്സാക്ട്ലി സെൻറ്റർ പോയിന്റിലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രോപ്ഡ് കാന്റിലിവർ ആണ് വരുന്നതെങ്കിൽ വേരിയേഷൻ വരും. ആ വേരിയേഷൻ എന്താണെന്ന് പറയാം. Here, span BC is similar to that of a propped cantilever having the end moment MP at one end and 0 at the other. അതായത് നമുക്കറിയാം ഇത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന രീതിയിലാണ് വരിക. അങ്ങനെ ആണെങ്കിൽ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ബി സപ്പോർട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി നോക്കും, ഈ ഒരു മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി നോക്കും. എന്നിട്ട് ലോവർ വാല്യൂ എന്താണോ അതാണ് സപ്പോർട്ട് ബിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എം പി എന്ന മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി ആയിരിക്കും സപ്പോർട്ട് ബിയിനുണ്ടാവുക. ഇനിയിപ്പം സി സപ്പോർട്ടിൽ എവിടെയെങ്കിലും ഹിഞ്ച് ഫോം ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല, ഓൾറെഡി ഇത് സിംപ്ലി സപ്പോർട്ടാണ്, ഇവിടെ ഹിഞ്ച് ഒന്നും ഫോം ചെയ്യില്ല. അപ്പോൾ എക്സാക്ട്ലി അണ്ടർ ദ സപ്പോർട്ട് ബി ഒരു ഹിഞ്ച് ഫോം ചെയ്യും, അല്ലെങ്കിൽ അറ്റ് ദിസ് സപ്പോർട്ട് യു വിൽ ബി ഹാവിങ് എ ഹിഞ്ച് വിച്ച് ഇസ് ഹാവിങ് എ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എം പി. ഇനി നമുക്കറിയേണ്ടത് ലോഡിങ് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഈ പ്രോപ്ഡ് കാന്റിലിവറിൽ ഹിഞ്ച് എവിടെ ഫോം ചെയ്യും? In such a case, the hinge will be formed at a point of maximum positive moment which is 0.414 L from simply supported end. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഹിഞ്ച് ഫോം ചെയ്യുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ നിന്നും 0.414 L ഡിസ്റ്റൻസിലാണ്. അതായത് ഇതാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്. ഓക്കെ, ഇവിടെ നിന്ന് ടോട്ടൽ സ്പാൻ ലെങ്ത് എന്താണ്? 6 ആണ്. ഇവിടെ നിന്ന് 0.414 L ഡിസ്റ്റൻസിൽ, എൽ എന്ന് പറഞ്ഞാൽ 6 ആണ്, ആ ഡിസ്റ്റൻസിലാണ് ഹിഞ്ച് ഫോം ചെയ്യുക. കാരണം അവിടെയാണ് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. ഫസ്റ്റ് വീഡിയോയിൽ എവിടെയൊക്കെ ഹിഞ്ച് ഫോം ചെയ്യുമെന്ന് പറഞ്ഞതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സ്ഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ഹിഞ്ച് ഫോം ചെയ്യും. എക്സാക്ട്ലി സെൻറ്ററിലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എങ്കിൽ അവിടെ ഹിഞ്ച് ഫോം ചെയ്യും. അണ്ടർ ദ ലോഡ് ഹിഞ്ച് ഫോം ചെയ്യും. പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ അവിടെ ഹിഞ്ച് ഫോം ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് പ്രോപ്ഡ് കാന്റിലിവർ ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഇത് ഡിറൈവ് ചെയ്തിട്ട് കണ്ടുപിടിച്ച കാര്യമാണ് ഈ ഹിഞ്ച് എവിടെ ഫോം ചെയ്യും എന്നുള്ളത്. നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ പ്രോപ്ഡ് കാന്റിലിവർ കേസാണ് വരുന്നതെങ്കിൽ, പ്രോപ്ഡ് കാന്റിലിവർ ആവാൻ റീസൺ എന്താണ്? ബി സപ്പോർട്ട് കണ്ടിന്യൂസ് ആണ്, ഇവിടെ റിജിഡ് സപ്പോർട്ടാണ് വരിക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് ഫിക്സ്ഡ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പം ത്രൂ ഔട്ട് UDL ആണെങ്കിൽ ഫ്രം സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് 0.414 L എന്ന ഡിസ്റ്റൻസിലായിരിക്കും ഹിഞ്ച് ഫോം ചെയ്യുക. ഓക്കെ, സോ കൊലാപ്സ് മെക്കാനിസം ഈ രീതിയിലാണ് കാണിച്ചേക്കുന്നത്. ഇത് എം പി, അതായത് സപ്പോർട്ട് ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി എം പി. പിന്നെ 0.414 L ഡിസ്റ്റൻസിൽ ഒരു ഹിഞ്ച് ഫോം ചെയ്തു. ഈ ഹിഞ്ചിൻ്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി 2 MP ആയിരിക്കും. ഓൾറെഡി ആ സ്പാനിൽ നിങ്ങൾ നോക്കിയാൽ മതി, 2 MP ആണ് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, സോ ഇത് 0.414 ആണെങ്കിൽ 0.414 L ആണെങ്കിൽ ദിസ് വിൽ ബി 0.586 L. ഇത് 2 MP, ഇത് MP, രണ്ട് ഹിഞ്ചസ് ആണ് ഫോം ചെയ്തത്. പിന്നെ സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് θ1 θ2 എടുത്തു. ഇത് ഡിഫ്ലക്ഷൻ വിൽ ബി ഡെൽറ്റ.
ഇനി ഇത് θ1 ആണെങ്കിൽ ഇത് θ1 ആയിരിക്കും, ഇത് θ2 ആണെങ്കിൽ ഇത് θ2 ആയിരിക്കും. ഇനി നമ്മൾ എന്താ വേണ്ടത്, എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിയും ഇന്റേണൽ വർക്ക് ഡണ്ണിയും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇന്റേണൽ വർക്ക് ഡൺ എത്രയാണെന്ന് നോക്കാം. Here 0.586 L θ1 is equal to delta which is equal to 414.414 L θ2. അത് ഫിഗറിൽ നിന്ന് എഴുതിയതാണ്. ഈ ഫിഗറിൽ ഡെൽറ്റ വാല്യൂ എന്തായിരിക്കും? ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.586 L ഇൻറ്റു θ1 ആയിരിക്കും. ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വിൽ ബി 0.414 L ഇൻറ്റു θ2 ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ θ2വിന് θ1 ടേംസിൽ എഴുതിയേക്കുവാണ്. θ2 വിൽ ബി ഈക്വൽ ടു 0.586 ബൈ 0.414 ഇൻറ്റു θ1. ഓക്കെ, അപ്പോൾ θ2 എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.586 ബൈ 0.414 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.415 θ1 ആണ്. അങ്ങനെ ഒരു തീറ്റനെ വേറൊരു തീറ്റ ടേംസ് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. θ2വിന് θ1 ടേംസിലാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. θ2 is equal to 1.415 θ1. ഇനി ഇന്റേണൽ വർക്ക് ഡൺ എത്രയാണെന്ന് നോക്കാം. ഫ്രം ദ കൊലാപ്സ് മെക്കാനിസം ഇവിടെ MP ആണല്ലുള്ളത്. MP ഇൻറ്റു θ1 പ്ലസ് 2MP ഇൻറ്റു θ1 പ്ലസ് θ2. ഇതാണ് നമ്മുടെ മെക്കാനിസത്തിൽ വഴി കിട്ടിയ ഇന്റേണൽ വർക്ക് ഡൺ. അപ്പോൾ അത് നമ്മൾ എഴുതിയിരിക്കുന്നു. which is equal to MP θ1 plus 2MP into θ1 plus θ2. θ2വിന് പകരം ഇവിടെ കിട്ടിയിരിക്കുന്ന 1.415 θ1 എഴുതുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5.83 MP θ1 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇന്റേണൽ വർക്ക് ഡൺ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? UDL ആയതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് എത്രയാണോ മൾട്ടിപ്ലൈഡ് ബൈ ദ ഏരിയ ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് വരിക. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 30 ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ കൊലാപ്സ് ലോഡ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 30 ആണ്. 30 ഇൻറ്റു ഏരിയ ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഏരിയ എന്താണ്? ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതായത് 1/2 ഇൻറ്റു കംപ്ലീറ്റ് ലെങ്ത് L ഇൻറ്റു ഡെൽറ്റ വാല്യൂ ആണ് വരിക. അപ്പോൾ ഡെൽറ്റക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ എഴുതിയാൽ മതി. സോ 30 ഇൻറ്റു 1/2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ L ഡിസ്റ്റൻസ് സ്പാൻ ലെങ്ത് ആണ് മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? θ1 ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? 0.586 L θ1 ആണ്. L പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.586 എഴുതി θ1 എഴുതി. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ 316.44 θ1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റേണൽ വർക്ക് ഡണ്ണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും ഒരേ തീറ്റയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. സോ ദാറ്റ് ദിസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഇനി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. 5.83 MP θ1 is equal to 316.44 θ1. ഇതിൽ നിന്ന് MPയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 54.28 kN ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കൊലാപ്സ് മെക്കാനിസം വഴി കിട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. അപ്പം നമുക്ക് ഒരു വാല്യൂ ടോട്ടലി രണ്ട് വാല്യൂസ് ആണ് കിട്ടിയേക്കുന്നത്. ഫസ്റ്റ് വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 40 kN ആൻഡ് ദ സെക്കൻഡ് വാല്യൂ ഇസ് വാട്ട്? 54.28. നമുക്കറിയാം മാക്സിമം വാല്യൂ എന്താണോ അതാണ് എടുക്കേണ്ടത്. സോ ഫ്രം 1 and 2 the MP value is fixed as, or the required value of MP is 54.28 kN. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി. ഇനി നമ്മുടെ ഇൻഡിവിജ്വൽ ബീമിൻ്റെ പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് AB is equal to എന്താണെന്ന് നോക്കാം. AB MP തന്നെയാണ്, BC 2MP ആണ്. അപ്പോൾ MP വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് AB which is 54.28 kN. BC എന്ന് പറഞ്ഞാൽ 2MP ആണ്, അതായത് 2 into 54.28. This is equal to 108.56 kN. സോ ഇങ്ങനെയാണ് വർക്കിംഗ് ലോഡ് വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ പ്രോപ്ഡ് കാന്റിലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്.